are going to a new chapter. We are going to a new subject. Going to the first block. The blocks are the first block contains 4 units. Foundation of Indian business എന്നാണ് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിന്റെ പേര്. അതിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എന്നുള്ളതാണ്. ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ്. സോ എന്താണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്? നമ്മൾ പ്ലസ് ടുവിലെ ബിസിനസ് സ്റ്റഡീസിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പഠിച്ചത് എല്ലാ മനുഷ്യരും എന്തിൽ എൻഗേജ്ഡ് ആയിരിക്കും? ദേ ആർ എൻഗേജ്ഡ് ഇൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ്. all human beings are engaged in any kind of activities. നമ്മളിപ്പോൾ ചെയ്യുന്നതും ആക്ടിവിറ്റിയാണ്. You are listening to me and I am speaking to you. We are also doing a activity. We are all engaged in different activities. So human beings are engaged in different activities. These activity can be classified into 2 types according to business concept. The activities of human beings, all of the activities of human beings are mainly classified into 2 types. Human activities classified into 2 types. The first one is economic activity and second one is non-economic activity. ഒന്നാമത്തത് എക്കണോമിക് ആക്ടിവിറ്റിയാണ്. സാമ്പത്തികപരമായ പ്രവർത്തനങ്ങളാണ് മനുഷ്യർ ചെയ്യുന്ന ഒന്നാമത്തെ. എന്താണ് സാമ്പത്തികപരമായ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്ലസ് ടുവിലെ പഠിച്ചു കഴിഞ്ഞു 2 തരം ആക്ടിവിറ്റികളാണ് മനുഷ്യൻ ചെയ്യുക. ഒന്ന് ജീവിക്കാൻ വേണ്ടിയുള്ള പണികൾ എടുക്കും അല്ലെ, മറ്റൊന്ന് റെക്രിയേഷന് വേണ്ടി അല്ലെ എന്റർടൈൻമെന്റിന് വേണ്ടി, സമയം പോവാൻ വേണ്ടി അല്ലെ മറ്റു കാര്യങ്ങൾ. അതായത് സാമ്പത്തിക നേട്ടത്തിന് ജീവിക്കാൻ എന്ത് വേണം? പൈസ വേണം. അതിന് അധ്വാനിക്കണം, അല്ലെങ്കിൽ കച്ചവടം നടത്തണം. അങ്ങനെ സാമ്പത്തികപരമായി ജീവിക്കുവാൻ വേണ്ടി അന്നുള്ള ജീവിത ഭക്ഷണത്തിനായിട്ടും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് പൈസ ആവശ്യമുണ്ടാവും. ഇതിനു വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ എക്കണോമിക് ആക്ടിവിറ്റി മീൻസ് ദ ആക്ടിവിറ്റീസ് വിച്ച് ആർ പെർഫോംഡ് ബൈ മെൻ ടു their livelihood, for their livelihood, അവരുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് സ്വന്തം സാറ്റിസ്ഫാക്ഷന് വേണ്ടിയും പൈസയ്ക്ക് വേണ്ടിയല്ലാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. പ്ലേയിങ് ഫുട്ബോൾ. നിങ്ങൾ ഫുട്ബോൾ കളിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കണം? നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണ്, നിങ്ങൾക്കൊരു സന്തോഷം കിട്ടുകയാണ്. അത് നിങ്ങൾക്കൊരിക്കലും ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ അന്നുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങളത് സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ഇനി കുടുംബം മൊത്തം നിങ്ങൾ ചെലവഴിക്കുക, പാരന്റ്സിനെ സഹായിക്കുക, സൈക്ലിംഗ്, കൂട്ടുകാരോട് കൂടി ഉല്ലാസയാത്ര നടത്തുക, ഇതൊക്കെ എന്താണ്? നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. എന്തുകൊണ്ടാണ്? അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് പൈസ ഉണ്ടാക്കണം എന്നുള്ള യാതൊരു തരത്തിലുള്ള ലക്ഷ്യമില്ല. ഇപ്പൊ സോ നമ്മൾ പഠിച്ചു ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഓൾ human beings are engaged in different types of activities. The activities of human beings are mainly classified into 2 types. The first one is economic activity and the second one is non-economic activity. Under economic activity, the people will do their activities for their livelihood, to earn money for livelihood. For example, we can say a person working in a factory, a person doing employment, practicing as a doctor. All these activities are for attaining his livelihood. Secondly, we came to non-economic activities. And the non-economic activities, the activities which are performed by men for their self satisfaction or for joy or for happiness. സ്വന്തം എന്താണ് ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി, സ്വന്തം സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. ഓക്കെ, ഇനി അടുത്തത് എക്സാമ്പിൾസ് ഫോർ എക്കണോമിക് ആക്ടിവിറ്റീസ്. നമുക്ക് കുറെ ഇമേജസ് കാണാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പോലീസുകാരൻ, ഒരു എയർ ഹോസ്റ്റസ്, ഒരു സെയിൽസ്മാൻ, ഇവരൊക്കെ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു പ്ലംബർ ഉണ്ട്, റിപ്പയർ പേഴ്സൺ ഉണ്ട്, ഇലക്ട്രീഷ്യൻ ഉണ്ട്. ഇവരൊക്കെ ജോലി ചെയ്യുന്നത് അവരുടെ ദൈനംദിന ജീവിതത്തിന്, ലീവ്ലിഹുഡിന് വേണ്ടിയിട്ടാണ്. അവർക്ക് അന്നന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ പൈസ വേണം, ആ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. സോ എക്സാമ്പിൾ ഫോർ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസോ പാട്ട് കേൾക്കുക, പാരന്റ്സിനെ സഹായിക്കുക, ഫുട്ബോൾ കളിക്കുക, ദീസ് ഓൾ ആർ
നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇതൊക്കെ. ഇനി അടുത്തത് ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഈ എക്കണോമിക് അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾക്ക് ഇനി അങ്ങോട്ട് പോകാനുള്ളത് എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. ഈ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നമ്മൾ പറഞ്ഞു, സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവന് ജീവിക്കാൻ വേണ്ടി പൈസ വേണം. ആ പൈസയ്ക്ക് വേണ്ടി അവൻ ചെയ്യുന്ന ജോലികൾ, അവൻ ചെയ്യുന്ന കാര്യങ്ങളെയാണ് എക്കണോമിക് ആക്ടിവിറ്റി, സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയാം. ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളെ മൂന്നായിട്ട് തിരിക്കും. ഫസ്റ്റ് വൺ ഈസ് പ്രൊഫഷൻ, സെക്കൻഡ് വൺ ഈസ് എംപ്ലോയ്മെന്റ് ആൻഡ് തേർഡ് വൺ ഈസ് ബിസിനസ്. പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ്, ബിസിനസ്. നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ ബിസിനസ് സ്റ്റഡീസിൽ പഠിച്ചതാണ്. പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ് ആൻഡ് ബിസിനസ്. 3 തരത്തിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളിലാണ് മനുഷ്യർ വ്യാപൃതരാവുക, അല്ലെങ്കിൽ മനുഷ്യർ ചെയ്യുക. So the economic activities which are done on a regular basis are called occupation. Occupation അഥവാ തൊഴിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥിരമായി, അതായത് സാമ്പത്തിക പ്രവർത്തനങ്ങൾ സ്ഥിരമായി ചെയ്യുന്നു. For attaining benefit for livelihood. അവരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ, പൈസ ആവശ്യമായിട്ട് ഉണ്ട്, അത് നേടിയെടുക്കാൻ വേണ്ടി സ്ഥിരമായി ഒരു റെഗുലർ ബേസിസിൽ, അതായത് ഒരു ജോലി എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുണ്ടാവും, അങ്ങനെ റെഗുലർ ബേസിസിൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സമയത്തല്ല, സ്ഥിരമായി ചെയ്യുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെയാണ് ഒക്യുപ്പേഷൻ എന്ന് പറയുക. അപ്പൊ എക്കണോമിക് ആക്ടിവിറ്റീസ് 3ആയിട്ട് തിരിച്ചു: പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ് ആൻഡ് ബിസിനസ്. അപ്പൊ നമുക്ക് ഓരോന്നും എന്തൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ഈസ് പ്രൊഫഷൻ. എന്താണ് പ്രൊഫഷൻ എന്ന് പറഞ്ഞാല്? നമ്മൾ ഒരാളെ നോക്കിയിട്ട് അയാൾ ഒരു പ്രൊഫസർ ആണെന്ന് പറയാ. പ്രൊഫസർ എന്ന് വെച്ചാൽ ആ വിഷയത്തിൽ അയാൾ അഗ്രഗണ്യനാണെന്നുള്ളത്. ഒരു അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹീസ് പ്രൊഫഷണൽ ഇൻ അക്കൗണ്ടൻസി. ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഹീസ് എ പ്രൊഫഷണൽ ഇൻ മെഡിസിൻ. ഒരു എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഹീസ് എ പ്രൊഫഷണൽ ഇൻ മെക്കാനിക്സ്. അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ എന്താണ് ആധികാരികമായി വളരെയധികം ആഴത്തിൽ അറിവുള്ള, അത്രത്തോളം പഠിച്ചിട്ടുള്ള ഒരാളെയാണ് നമ്മൾ പ്രൊഫഷണൽ എന്ന് പറയുക. പഠിക്കുക മാത്രമല്ല ചെയ്യുക, പിന്നെന്തായിരിക്കും? അയാൾ അതിൽ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യും. സോ വാട്ട് ഈസ് പ്രൊഫഷൻ? പ്രൊഫഷൻ ഈസ് ആൻ ഒക്യുപ്പേഷൻ വിച്ച് നീഡ് സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് ട്രെയിനിങ്. സിമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഇമേജസ് കാണുമ്പോൾ തന്നെ അറിയാം. ഒരു ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വർഷം അയാൾ എന്ത് ചെയ്യണം? മെഡിസിൻ എന്ന ഭാഗം മാത്രം പഠിച്ച്, ശരീരങ്ങളെ കീറി മുറിച്ച് പഠിച്ച്, അതിനുശേഷം പിന്നെ 2 വർഷം വേറെ ഓരോ ബോഡി പാർട്സ് വെച്ച് പഠിച്ച്, അങ്ങനെ ഒരു വിഷയത്തിൽ അങ്ങേയറ്റം പഠിക്കാവുന്നത്രയും പഠിച്ചിട്ട് മാത്രമാണ് അയാൾ എന്ത് ചെയ്യുള്ളൂ? ഒരു ഡോക്ടർ എന്ന പദവിയിലേക്ക് ഉയരുള്ളൂ. അലോങ് വിത്ത് ദാറ്റ്, ട്രെയിനിങ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഫോർ എ പ്രൊഫഷണൽ. അയാൾക്ക് നല്ല ട്രെയിനിങ്ങും വേണം. ഓക്കെ, ഇനിയിപ്പോ നമ്മളിപ്പോ ഒരു ഫുട്ബോൾ പ്ലെയർ എടുത്തു കഴിഞ്ഞോ, ഇപ്പൊ റൊണാൾഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ മെസ്സി എന്ന് പറയുന്ന ഒരു വ്യക്തി, ഹീസ് എ പ്രൊഫഷണൽ ഇൻ ഫുട്ബോൾ പ്ലെയർ. എങ്ങനെയാണ്? അയാൾ ആ വിഷയത്തെ പറ്റി ആഴത്തിൽ പഠിച്ച് നിരന്തരമായി ട്രെയിൻ ചെയ്ത് കഴിയുമ്പോഴാണ് ഹി ബിക്കേം എ പ്രൊഫഷണൽ ഇൻ ദാറ്റ് പർട്ടിക്കുലർ സ്പോർട്ട് ഐറ്റം ഓർ ഗെയിം ഐറ്റം. ഓക്കെ, ദ മണി ദേ ഗെറ്റ് ഫോർ പ്രൊവൈഡിങ് സർവീസസ് ഈസ് യൂഷ്വലി കോൾഡ് ഫീസ്. നമ്മൾ ഡോക്ടറിന് എന്താ കൊടുക്കുക? ഫീസ് കൊടുക്കും. ചാർട്ടേഡ് അക്കൗണ്ടന്റിന് കൊടുക്കുന്ന എന്താ? ഫീസ് ആയിരിക്കും. എഞ്ചിനീയറിന് എന്താ കൊടുക്കുക? ഫീസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഫീസ് ആയിരിക്കും ഇവർ ചെയ്യുന്ന ജോലിക്ക് കിട്ടുന്ന ഇവരുടെ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ അതിന് ഫീസ് എന്നാണ് പൊതുവെ പറയുക. അടുത്തത് പ്രൊഫഷന്റെ അടുത്തൊരു ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോസ്റ്റ് ഓഫ് ദ പ്രൊഫഷൻസ് ആർ റെഗുലേറ്റഡ് ബൈ എ പ്രൊഫഷണൽ ബോഡി. ഇവർക്കൊരു പ്രൊഫഷണൽ ബോഡി ഉണ്ടാവും. അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു പരുന്തിന്റെ പടമൊക്കെ ഉണ്ടാവും അവിടെ, കണ്ടോ? അത് അവരുടെ കാര്യങ്ങൾ, ഇന്ത്യയിലെ എല്ലാ ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ കാര്യം നിയന്ത്രിക്കുന്ന, അവരെന്തൊക്കെ ചെയ്യണമെന്നും പറയുന്ന ഒരു ബോഡിയാണ്, ഒരു സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ഇവരാണ് പരീക്ഷ നടത്തുന്നത്, ഇവരാണ് ആളുകളെ ജയിപ്പിക്കുന്നത്, ഇവരാണ് ജോലിയെ പറ്റിയുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുക. ഇനി ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. എന്താണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ? ഇന്ത്യയിലുള്ള വക്കീലന്മാരുടെ അസോസിയേഷൻ ആണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. ഇനി ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ, ലോകത്തിലുള്ള ക്രിക്കറ്റ് കളിക്കാരുടെ അസോസിയേഷൻ ആണ്, പ്രൊഫഷണൽ ക്രിക്കറ്റ് പ്ലേയേഴ്സിന്റെ അസോസിയേഷൻ ആണ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ. ഇനി ഫിഫ എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തിലുള്ള പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലേയേഴ്സിന്റെയും ടീമിന്റെയൊക്കെ സംഘടനയാണ്, പ്രൊഫഷണൽ ബോഡിയാണ് ഫിഫ എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ പ്രൊഫഷന്റെ ഒരു പ്രത്യേകതയാണ്
ആ പ്രൊഫഷണൽ ആയ വ്യക്തികൾക്ക് അവിടെ ഒരു പ്രൊഫഷണൽ ബോഡി ഉണ്ടാവും, ഒരു സ്ഥാപനം ഉണ്ടാവും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതിന് ഇപ്പൊ ബാങ്കേഴ്സിനാണെങ്കിൽ ബാങ്ക് അസോസിയേഷൻ ഉണ്ട്, വക്കീലന്മാർക്ക് ബാർ കൗൺസിൽ ഉണ്ട്. പ്രൊഫഷന്റെ ഒരു പ്രത്യേകതയാണ് പ്രൊഫഷണൽ ബോഡി ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഓക്കെ, സോ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് ഫസ്റ്റ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3. ദ ഫസ്റ്റ് വൺ ഇസ് പ്രൊഫഷൻ. പ്രൊഫഷൻ എന്താണ് പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റിക്വയർസ് സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് ട്രെയിനിങ് ഇൻ എ പർട്ടിക്കുലർ സബ്ജക്ട്. ഒരു സബ്ജക്റ്റിൽ പ്രൊഫഷൻ എന്താണ് സ്പെഷ്യലൈസ്ഡ് നോളജും അതുപോലെ തന്നെ ട്രെയിനിങ്ങും ഉണ്ടായിരിക്കുമ്പോൾ മാത്രമാണ് ഇറ്റ് ബിക്കെയിം എ പ്രൊഫഷൻ. അതിന്റെ കൂടെ തന്നെ എന്ത് പറയും, അവർക്ക് അത് കിട്ടുന്ന റെമ്യൂണറേഷനെ നമ്മൾ ഫീസ് എന്ന് പറയുന്നു. അതിന്റെ കൂടെ തന്നെ ദേ ഓൾസോ ഹാവ് എ പ്രൊഫഷണൽ ബോഡി. ഫോർ എക്സാമ്പിൾ വി ക്യാൻ സേ ICC, ഫിഫ, ബാർ കൗൺസിൽ, ICAI, all these are examples of professional bodies. So we are going to the next portion. It is employment. The second classification of economic activity is employment. എന്താണ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ജോലി നമ്മൾ പഠിച്ചു കഴിഞ്ഞ് നമ്മളൊരു സ്ഥാപനത്തിൽ ഒരു എംപ്ലോയറിന്റെ കീഴിൽ ജോലി ചെയ്യുന്നു. എംപ്ലോയ്മെന്റ് ഈസ് ആൻ occupation where a person called employee needs to work for another called employer. ഇപ്പൊ ഒരു ഡോക്ടർ ആണെങ്കിൽ സ്വന്തമായിട്ട് ക്ലിനിക്കൽ പ്രാക്ടീസ് ചെയ്യുന്നു, സോ ഹി ഈസ് എ പ്രൊഫഷണൽ. ഇനി അതേസമയം അയാൾ ഒരു മറ്റൊരു എംപ്ലോയറിന്റെ കീഴിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഹി വിൽ ബി ആൻ എംപ്ലോയി. നമുക്കൊരു എംപ്ലോയി ആണ്, കാരണം നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യാൻ, നമുക്ക് സാലറി തരാനും നമുക്ക് പൈസ തരാനും നമ്മൾ മറ്റൊരാളുടെ താല്പര്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണേ. അയാൾ എന്താണോ പറയണത് അതാണ് നമ്മൾ ചെയ്യുന്നത്. അതേസമയം പ്രൊഫഷൻ, ഒരു സ്വന്തമായിട്ടൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് സ്ഥാപനം ഇട്ട അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ടൊരു ഓഫീസിലുള്ള അഡ്വക്കേറ്റിനൊന്നും വേറെ ആളുടെ കീഴിൽ അനുസരിക്കേണ്ട. അതേസമയം എംപ്ലോയ്മെന്റിൽ എംപ്ലോയർ എന്ന് പറയുന്ന വ്യക്തിയെ എംപ്ലോയി എന്ന് പറയുന്ന ആൾ അനുസരിക്കണം. ജോലി, നമ്മൾ സാധാരണ ജോലിക്ക് പറയുന്നതാണ് എംപ്ലോയ്മെന്റ്. സോ the employees for their work get salary or wages from their employer. സാലറി എന്ന് പറഞ്ഞാൽ ശമ്പളം അല്ലെങ്കിൽ കൂലി ആയിരിക്കും എംപ്ലോയീസിന് എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് നിൽക്കുക. അപ്പൊ പ്രൊഫഷണലിന് കിട്ടുന്നതിന് ഫീസ് എന്ന് പറയുന്നു, എംപ്ലോയിക്ക് കിട്ടുന്നതിന് എന്ത് വിളിക്കുന്നു, സാലറി ഓർ വേജ് എന്ന് പറയുന്നു. അതിന്റെ കൂടെ ഇറ്റ് ഈസ് ആൻ എഗ്രിമെന്റ് ഓർ കോൺട്രാക്ട് വിത്ത് ദി എംപ്ലോയർ ബൈ ദ എംപ്ലോയി ടു വർക്ക് അക്കോർഡിംഗ് ടു ഹിസ്, ദാറ്റ് മീൻസ് എംപ്ലോയേഴ്സ് വിഷ്, ബൈ അക്സെപ്റ്റിംഗ് സർട്ടൻ കണ്ടീഷൻസ് ഓഫ് വർക്ക് ലൈക്ക് അവേഴ്സ്, സാലറി എക്സെട്ര. ഇത്ര മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര ദിവസം ഞാൻ ജോലി ചെയ്തു കൊള്ളാം, ഇവരുടെ കൽപ്പന പ്രകാരം ഞാൻ ജോലി ചെയ്തു കൊള്ളാം എന്ന് എംപ്ലോയി ചെയ്യുന്ന കരാറിനെയാണ് നമ്മൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. So employment is an agreement or contract with the employer by the employee to work according to his, ആരുടെ, employer's wish. എംപ്ലോയറിന്റെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളാമെന്ന് എംപ്ലോയി നൽകുന്ന സമ്മതത്തിനെയാണ് എന്ത് വിളിക്കുക, എഗ്രിമെന്റിനെയാണ് എംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുക. The employee will get an assured income in the form of salary or wages. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പ്രൊഫഷണലിന് ഫീസ് ആണ് കിട്ടുന്നതെങ്കിൽ the employee gets salary or wages from the employer. അടുത്തത് ബിസിനസ്. The economic activity is classified into 3 types. The first one is profession, the second one is employment, and third and last one is business. അതാണ് നമുക്ക് ഇനി അങ്ങോട്ട് പഠിക്കാം. What is business? Business is an occupation where a person is engaged in manufacturing or buying and selling of goods and services. നമ്മൾ കുറേ കമ്പനിയുടെ പേര് കാണുന്നു. These all are performing the activity, economic activity, business. കൊക്കക്കോള അവരെന്താ ചെയ്യുന്നത്, ഒരു സോഫ്റ്റ് ഡ്രിങ്ക് മാനുഫാക്ചർ ചെയ്യാണ്, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പാനീയം അവർ ഉണ്ടാക്കണം. മൈക്രോസോഫ്റ്റ് അവർ സോഫ്റ്റ്വെയർസ് ഉണ്ടാക്കുന്നു, അവർ ട്രേഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷൻ പോലെയുമല്ല എംപ്ലോയ്മെന്റ് പോലെയല്ല. പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴത്തിൽ പഠിച്ച് സർവീസാ നടത്തണേ, അല്ലെ? സാധനം കൊടുക്കണില്ലല്ലോ. ഒരു ഡോക്ടർ സാധനം എന്തെങ്കിലും കൊടുക്കോ? ഇല്ല. ഒരു ടീച്ചർ സാധനങ്ങൾ എന്തെങ്കിലും കൊടുക്കോ? ഇല്ല. എഞ്ചിനീയർ സാധനങ്ങൾ എന്തെങ്കിലും കൊടുക്കോ? ഇല്ല. ബട്ട് സേവനങ്ങൾ കൊടുക്കണം. ഇനി എംപ്ലോയ്മെന്റിന്റെ കേസിലും എന്താണ്, എംപ്ലോയറിന്റെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത്. പക്ഷെ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്, മാനുഫാക്ചറിങ് ഗുഡ്സ് ഓർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്. ഇനി സർവീസസും, അതായത് സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുകയോ അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നത്, അതായത് കച്ചവടം നടത്തുകയും ചെയ്യുന്നവരാണ് ബിസിനസ് ആളുകൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ എംപ്ലോയർ ആണ്.
എന്നാൽ സമയം ആശുപത്രി നടത്തുന്ന ആൾ എന്താണ്? ഹി ഈസ് ഡൂയിങ് എ ബിസിനസ്. അപ്പൊ അതിന്റെ ഡിഫറൻസ് മനസ്സിലാവണം. അപ്പൊ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ സേവനങ്ങൾ എന്തിനു വേണ്ടി, എന്തിന്റെ താല്പര്യത്തിന് വേണ്ടി? ടു അറ്റൈൻ പ്രോഫിറ്റ്, ലാഭം നേടുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുക അല്ലെങ്കിൽ സേവനങ്ങൾ വിൽക്കുക. ഇവയെയാണ് എന്ത് വിളിക്കുന്നത്? ബിസിനസ് എന്ന് പറയുന്നത്. ഗുഡ്സ് മേ ബി കൺസ്യൂമർ ഗുഡ്സ് ഓർ ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് സർവീസസ് മേ ബി ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ് എക്സെട്ര. ഇനി അതല്ലെങ്കിൽ സർവീസസ് ആവാം. ദാറ്റ് മീൻസ് ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ്. ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ഈസ് എ ബിസിനസ്, പക്ഷെ ബാങ്ക് കൊടുക്കുന്ന എന്താ? സർവീസ് ആണ്. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു ബിസിനസ് ആണ്, പക്ഷെ ഹോസ്പിറ്റൽ നൽകുന്നത് എന്താണ്? പ്രൊഡക്റ്റ് അല്ല, സർവീസ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ, ഒരു ബസ് നടത്തുന്ന ഒരാൾ എന്താണ്? പ്രൊഡക്റ്റ് അല്ല കൊടുക്കുന്നത്, ബട്ട് ഹി ഈസ് ഗിവിങ് എ സർവീസ്. അപ്പോ ഗുഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളാവാം. അതുപോലെ തന്നെ സർവീസസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ബാങ്കിങ്ങും ട്രാൻസ്പോർട്ടേഷനും എല്ലാം വരും. The sole of objective of business is to earn profit. ലാഭം നേടുക എന്നുള്ളത് മാത്രമാണ് ഒരു ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. The main objective of business is to earn profit. The income earned by a businessman is termed as വരുമാനം. അതായത് ബിസിനസ്മാൻ അറ്റൈൻ ചെയ്യുന്ന വരുമാനത്തെ എന്താണ് വിളിക്കുക? പ്രോഫിറ്റ് എന്നാണ് വിളിക്കുക. അതുപോലെ തന്നെ ഒരു എംപ്ലോയി, ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആള്, എംപ്ലോയറിന് എത്ര നഷ്ടം ഉണ്ടെങ്കിൽ എംപ്ലോയിക്ക് എന്ത് ചെയ്യും? സാലറി കിട്ടും. അയാൾക്ക് അതിനെപ്പറ്റി ബോധേഡാവേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു ബിസിനസ് നടത്തുന്ന ഒരാൾക്ക് റിസ്ക് ഏറ്റെടുക്കേണ്ട ആവശ്യം ഉണ്ടാവും. ദ ലൈബിലിറ്റി ഈസ് ഓൾസോ അൺലിമിറ്റഡ്. ബാധ്യതകൾ ഉണ്ടാവും. അത് എത്രയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിസിനസ് നടത്തുന്ന ഒരാൾ കൂടുതലായിട്ട് എംപ്ലോയറിനേക്കാളും ഒരു പ്രൊഫഷണലിനേക്കാളും ശമ്പളം, വരുമാനവും ലാഭം കിട്ടും. പക്ഷെ നഷ്ടമുണ്ടായി കഴിഞ്ഞാൽ എംപ്ലോയിക്ക് നഷ്ടമൊന്നും വഹിക്കേണ്ടി വരില്ല. അതേസമയം ഒരു ബിസിനസ് മാന് നഷ്ടം എത്രയാണെന്ന് വെച്ചാലും വഹിക്കേണ്ടി വരും.